OET എക്സാം കഴിഞ്ഞു, നിങ്ങൾ ന്യൂസിലാൻഡിൻ്റെ ക്ലബ്ബിംഗ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സിങ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുകയാണ് രജിസ്റ്റർഡ് നഴ്സായിട്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ക്ലബ്ബിങ്ങിൻ്റെ പോസിബിലിറ്റീസ്, എത്ര വർഷമാണ് ക്ലബ്ബിംഗ് പോസിബിലിറ്റി, സ്കോർസ് നിങ്ങൾക്ക് എക്സാംസ് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ പോസിബിൾ ആണോ, സ്കോർസ് എത്ര വേണം നിങ്ങൾക്ക് ക്ലബ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് എൻക്വയറീസ് ആണ് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് എക്സാക്ട്ലി. സോ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണും. ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. പ്രോപ്പർ എക്സാമ്പിൾ സഹിതമാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ മലയാളം സിംഗപ്പൂർ. ഞാൻ കൃഷ്ണ. അപ്പോൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ OET സ്കോഴ്സ് അവരുടെ ഒരു എൻക്വയറി ആയിട്ട് അവരെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കേട്ടിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും. ഓക്കെ സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ന്യൂസിലാൻഡിൻ്റെ ക്ലബ്ബിംഗ് സ്കോറിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ഫെബ്രുവരി 24 എക്സാം എഴുതിയ റിസൾട്ട് വിത്ത് ഹോൾഡ് ആയിരുന്നു. ഇന്നാണ് റിസൾട്ട് വന്നത്. റീഡിംഗ് ആയിരുന്നു എഴുതിയത്, അത് മാത്രം ഉണ്ടായിരുന്നു ക്ലിയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ റീഡിംഗ് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കൺസേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാലിഡിറ്റിയിൽ വരുന്ന ഇയറിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത് മാർച്ച് 25 അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഇയർ മാർച്ച് 25 ഇന്നിപ്പോൾ റിസൾട്ട് വന്നിട്ട് ഇന്ന് ഈ ഡേറ്റിൽ ഈ സ്കോർ ന്യൂസിലാൻഡിലേക്ക് ക്ലബ് ചെയ്യാൻ അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്നൊന്ന് അറിയണമായിരുന്നു. സാർ, ഇതിനകത്ത് ഫൈനലൈസ് ചെയ്തിട്ടൊരു റിപ്ലൈ തന്നു. ഞങ്ങൾ 3-4 സ്ഥലത്ത് വിളിച്ചു, പക്ഷേ കറക്റ്റായിട്ട് ആർക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും ആ ഫസ്റ്റ്, അതായത് ലാസ്റ്റ് ഇയർ മാർച്ച് മുതൽ ഫസ്റ്റ് വരെ എഴുതിയ ഇതുവരെയുള്ള എല്ലാ സ്കോർ കാർഡും ഞാൻ അയച്ചേക്കാം. സോ ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാംസ് ഡിവൈഡ് ചെയ്ത് എഴുതാം. അതായത് നിങ്ങൾക്ക് 4 മൊഡ്യൂൾ, ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ 4 മൊഡ്യൂൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് റീഡിങ്, ലിസ്ണിംഗ്, സ്പീക്കിങ്ങിന് നിങ്ങൾക്ക് C+ ആയിപ്പോയി, ഓക്കെ എന്ന് വെച്ചോ. എങ്കിൽ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് എഴുതുന്ന സമയത്ത് C+ ആയിപ്പോയത് മാത്രം എഴുതി നിങ്ങൾക്ക് B എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ വിത്തിൻ 1 ഇയറിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ സൈഡിൽ കാണാം, ഇതാണ് ഇപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ലാംഗ്വേജ് ക്രൈറ്റീരിയയുടെ റിക്വയർമെൻറ്റ്. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവർ, ഫോർ OET ആണെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് അച്ചീവ് എ മിനിമം സ്കോർ ഓഫ് 350 ഫോർ റീഡിങ്. അതായത് B സ്കോർ, റീഡിങ്ങിന് B സ്കോർ വേണം, ലിസ്ണിങ്ങിന് B സ്കോർ വേണം, സ്പീക്കിങ്ങിനും B സ്കോർ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതേസമയം മിനിമം സ്കോർ റൈറ്റിങ്ങിന് 300 മതി, അല്ലെങ്കിൽ C+ മതി. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ്, റൈറ്റിങ്ങിന് B അല്ല C+ മതി. ഓക്കെ, ഇതാണ് മിനിമം സ്കോർ എന്ന് പറയുന്നത്. എന്താ, ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് വേണ്ട മിനിമം സ്കോർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ സിറ്റിങ്ങിൽ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സ് ചെയ്യാം. ഇനി നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ എക്സാമായിട്ട്, ഓരോ സബ് ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പക്ഷേ ഫസ്റ്റ് എഴുതിയ എക്സാമിന് വിത്തിൻ 1 ഇയറിനുള്ളിൽ നിങ്ങൾ ബാക്കിയുള്ള എക്സാംസ് എഴുതി എടുത്തിരിക്കണം. ഓക്കെ, അതാണ് പ്രോപ്പർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. താഴേക്ക് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ കാണാം. ഇതുപോലെ തന്നെയാണ് IELTSൻ്റെ കാര്യമാണെങ്കിലും 7 ഫോർ റീഡിങ്ങും ലിസ്ണിങ്ങും സ്പീക്കിങ്ങും വേണം. റൈറ്റിങ്ങിന് 6.5 മാത്രം മതി. പക്ഷേ അതുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്ന എക്സാമിൻ്റെ റിസൾട്ട് ഡേറ്റ് അല്ല, എക്സാം നിങ്ങൾ സെറ്റ് ചെയ്ത ഡേറ്റ് ആണ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ എല്ലാവരുടെയും ഡൗട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 12 മന്ത്സിൻ്റെ, നിങ്ങളുടെ ഫസ്റ്റ് സെറ്റിംഗ് തുടങ്ങി 12 മന്ത്സിനുള്ളിൽ നിങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള എൻക്വയറിയിൽ ഈ പറഞ്ഞിട്ടുള്ള ഓഡിയോ നിങ്ങൾ കേട്ടു. അതിനകത്തുള്ള ഓരോ സ്കോർ കാർഡ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫസ്റ്റ് ആ കുട്ടി എഴുതിയിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് മാർച്ച് 2023 ഓക്കെ, 25 മാർച്ച് 2023. അതായത് ഈ ഒരു സ്കോറിൻ്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ ഈ ഒരു സ്കോർ എത്ര നാൾ വരെ യൂസ് ചെയ്യാന്ന് പറയുന്നത് 24 മാർച്ച് 2024 2024 അതുവരെ ആയിരിക്കും ഈ ഒരു സ്കോറിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പം ഇത് ഈ കുട്ടി 3 എക്സാം എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് സ്കോർ ഷീറ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ന്യൂസിലാൻഡ് ക്ലബ്ബിംഗ് എലിജിബിൾ ആണോ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ലിസ്ണിങ്ങിന് C+ ആയി പോയിട്ടുണ്ട്, 300 ആണ്. അപ്പം അത് എലിജിബിൾ അല്ല, അതിനെന്തായാലും B വേണം. ഓക്കെ, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല, അത് ക്ലബ് ചെയ്യണം. ഇനി അടുത്ത റീഡിങ്ങിന് 330 ആയിട്ടുണ്ട്. അപ്പോൾ അതും C+ ആണ്, അതിനെന്ത് വേണം, B വേണം. B കിട്ടിയിട്ടില്ല, ക്ലബ് ചെയ്യണം. ഇനി സ്പീക്കിങ്ങിന് 360 കിട്ടിയിട്ടുണ്ട്. സോ ഇനി അടുത്ത എക്സാം അത് എഴുതുന്ന സമയത്ത് സ്പീക്കിംഗ് അത് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് അതിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അടുത്ത എക്സാം എന്ന് പറയുന്നത് എപ്പോഴത്തേക്ക് ഉള്ളിൽ എഴുതി തീർത്തിരിക്കണം, എന്തായാലും 24 മാർച്ച് 2023 ആ ഡേറ്റ് 2024. അപ്പോൾ ആ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞപ്പോൾ അതിനുള്ളിലുള്ള എക്സാമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. പിന്നെ റൈറ്റിങ്ങിന് ഓൾറെഡി 290 ആയിപ്പോയി, സിയിലോട്ട് പോയി. ഓക്കെ, സിയിലോട്ട് പോയിട്ടുണ്ട്. സോ ഈ സ്കോർ എലിജിബിൾ അല്ല. അപ്പോൾ ഇതിനകത്ത് സ്പീക്കിംഗ് ഒഴികെ ബാക്കി 3 മൊഡ്യൂളും ആ കാൻഡിഡേറ്റ് എഴുതുകയും വേണം. 3 മൊഡ്യൂളിനും ആ 2 മൊഡ്യൂളിനും Bയും, റൈറ്റിങ്ങിന് C+ എങ്കിലും മിനിമം കിട്ടുകയാണ്. C+ഓ Bയോ കിട്ടുകയാണ്, എങ്കിലേ ന്യൂസിലാൻഡിൻ്റെ ക്ലബ്ബിംഗ് ആവുള്ളൂ. ഇനി ഈ 3 മൊഡ്യൂൾ അടുത്ത എക്സാമിന് ഒരുമിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒരുമിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എഴുതാം, ഒരു കുഴപ്പമില്ല. ലിസ്ണിംഗ് മാത്രമായിട്ട് എഴുതിയെടുക്കാം, റീഡിംഗ് മാത്രമായിട്ട് എഴുതിയെടുക്കാം, റൈറ്റിംഗ് മാത്രമായിട്ട് എഴുതിയെടുക്കാം, ഒരു കുഴപ്പമില്ല. ഇതാണ് ന്യൂസിലാൻഡിൻ്റെ ഉള്ള ഒരു മെച്ചം എന്ന് പറയുന്നത്. അതായത് ക്ലബ്ബിംഗ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പഠിച്ച്, അല്ലെങ്കിൽ സമാധാനമായിട്ട് ഓരോ സ്കോഴ്സിനും ഓരോ മൊഡ്യൂളിനും നിങ്ങൾക്ക് ടൈം കൊടുത്ത് പഠിച്ചെഴുതാം. പക്ഷേ ആകെ ഉള്ളൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ക്ലബ്ബിങ്ങിന് പോയി ന്യൂസിലാൻഡിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ജോബ് കിട്ടുന്ന കാര്യം ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൺസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയി കഴിയുകയാണെങ്കിൽ
പിന്നെ ചിലവാണെങ്കിൽ നിങ്ങൾ അത്രയും രൂപ കാര്യങ്ങളെല്ലാം മുടക്കേണ്ടി വരും കൂടുതലും. ഇപ്പോൾ UK പോലത്തെ കൺട്രിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു ചിലവും ഇല്ല, നിങ്ങൾക്ക് സുഖമായിട്ട് പോകാം. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പെൻസസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും കുഴപ്പമില്ല, നിങ്ങൾ ന്യൂസിലാൻഡ് നോക്കുക. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കും. അല്ലാതെ ഈ UK പോലെ 3 മാസം 4 മാസത്തിനുള്ളിലൊന്നും നിങ്ങൾക്ക് കയറി വരാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ന്യൂസിലാൻഡോ ഓസ്ട്രേലിയ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ UK പോലത്തെ കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷത്തിലോ 2 വർഷത്തിലോ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും പറ്റും, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എന്തായാലും. ഓക്കെ, അപ്പോൾ സ്കോറിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ, അപ്പോൾ ഫസ്റ്റത്തെ സ്കോർ കിട്ടി നമുക്ക് എന്താണെന്നുള്ള കാര്യം. ഇനി ആ കാൻഡിഡേറ്റ് ഇപ്പോൾ അടുത്ത് എഴുതിയിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 30, 2023 അത് എഴുതിയപ്പോൾ അത് 3 മൊഡ്യൂളും കൂടെ എഴുതി. എന്തുകൊണ്ടാണ്? കാര്യം ഇവിടെ സ്പീക്കിങ്ങിൻ്റെ സ്കോർ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ, ഓൾറെഡി അതിന് B കിട്ടി, അപ്പോൾ സ്പീക്കിങ്ങിന് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ അത് 3 കൂടെ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ലിസ്ണിങ്ങിന് അതിന് B കിട്ടി. ഓക്കെ, അപ്പോൾ ലിസ്ണിങ് ഇപ്പോൾ സെക്യൂറായി. അപ്പോൾ ലിസ്ണിങ് ഇപ്പോൾ സെക്യൂറായി, സ്പീക്കിങ് സെക്യൂറായി. ഇനി അതിൻ്റെ രണ്ടിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റീഡിങ് എന്തിലോട്ട് പോയി? 300 പോയി. അപ്പം C+ അക്സെപ്റ്റ് ചെയ്യില്ല, അത് പറ്റില്ല, അതിന് എന്തായാലും എഴുതേണ്ടി വരും. ആൻഡ് റൈറ്റിങ്ങോ C+ കിട്ടി, അപ്പോൾ അത് എലിജിബിളായി. ഇനി റൈറ്റിംഗ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 ഈ അറ്റംപ്റ്റ് എഴുതിയ സമയത്ത് എന്താ സേഫ് സോണിലോട്ട് കയറി. റൈറ്റിംഗ് C+ കിട്ടി, റൈറ്റിംഗ് ഇനി എഴുതേണ്ട ആവശ്യമില്ല. ആൻഡ് ലിസ്ണിങ് ഓൾറെഡി B കിട്ടി, അതും ഇനി എഴുതേണ്ട ആവശ്യമില്ല. സ്പീക്കിംഗ് ഓൾറെഡി നേരത്തെ എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, സോ സ്പീക്കിങ്ങിൻ്റെ കാര്യം സേഫാണ്. ഇനി ആകെയുള്ളത് റീഡിംഗ് മാത്രം എഴുതിയാൽ മതി, അതിന് B കിട്ടണം. പക്ഷേ അതിന് ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് ബിഫോർ 24 മാർച്ച് 2024 എക്സാം എഴുതി. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് നോക്കാം. സോ ലാസ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 24 ഫെബ്രുവരി 2024. അതായത് അതിൻ്റെ ആദ്യത്തെ സ്കോറ് വാലിഡിറ്റി എക്സ്പയർ ആവുന്നതിന് 1 മാസം മുന്നേ ആ കുട്ടി വീണ്ടും ഒരു എക്സാം എടുത്ത് എഴുതി. ഇപ്പോൾ ഓക്കെ, അതായിരുന്നു വിത്ത് ചെയ്ത് പോയത്. അപ്പോൾ ഡൗട്ട് വന്ന കാര്യം എന്ന് വെച്ചാൽ, ഇത് വിത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം റിസൾട്ട് നീണ്ടുപോയില്ല. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഈ റിസൾട്ട് വന്നത് ഏപ്രിലാണ്. ഓക്കെ, ഫെബ്രുവരിയിൽ എഴുതിയ റിസൾട്ട് വന്നത് ഏപ്രിലാണ്. അപ്പോൾ ആ കുട്ടിയുടെ കൺസേൺ എന്ന് പറയുന്നത്, എൻ്റെ റിസൾട്ട് വരാൻ ഇത്രയും വൈകിപ്പോയി, അപ്പോൾ എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിനെ ഇത് ബാധിക്കുമോ? ഒരിക്കലും ബാധിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ റിസൾട്ട് ഡേറ്റ് അല്ല നിങ്ങൾ എഫക്റ്റ് ചെയ്യണത്, അവിടെ നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് എന്നായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി എലിജിബിളാണ്. ബിക്കോസ് 24 ഫെബ്രുവരി 2024 അത് എഴുതി, അതായത് വാലിഡിറ്റി തീരുന്നതിന് മുന്നേ എഴുതുകയും ചെയ്തു. റീഡിംഗ് മാത്രമേ ഈ കാൻഡിഡേറ്റ് എഴുതിയിട്ടുള്ളൂ. റീഡിങ്ങിന് അതിന് 350 കിട്ടുകയും ചെയ്തു, B സ്കോറായി. സോ ബാക്കി 4 സ്കോഴ്സും ഇപ്പോൾ എന്താ പ്രോപ്പറായിട്ട് B സ്കോറിനതിന് ക്ലബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയി കിട്ടുകയും ചെയ്തു. ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് അത് ചെയ്യാനായിട്ട് എലിജിബിളുമാണ്. ഓക്കെ, ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ ആ കാൻഡിഡേറ്റിൻ്റെ ഓഡിയോയിൽ കേട്ട പോലെ എവിടെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആൻസർ കിട്ടില്ല. ബിക്കോസ് അത് ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ന്യൂസിലാൻഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ സർട്ടൻ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ പറഞ്ഞിരുന്നത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് നോക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ UK നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്ന ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പം ഇത് ഇങ്ങനത്തെ ഡൗട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, വിത്ത് ചെയ്ത് നിങ്ങൾ ഇപ്പോഴും റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ CGFNS പ്രോസസ്സിങ്ങിനെയോ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾ എന്താ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന സർട്ടൻ വാലിഡിറ്റി പീരീഡിനുള്ളിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കേട്ടോ, അത് ഒരു രീതിയിൽ നിങ്ങൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരുടെ ഇപ്പോൾ ഇതും വിത്ത് ചെയ്ത റിസൾട്ടാണ് ഇപ്പോൾ വന്നത്. 24 ഫെബ്രുവരിയിൽ എഴുതി മാർച്ചിൽ എക്സ്പെക്ട് ചെയ്തിരുന്ന റിസൾട്ടാണ് ഏപ്രിലിൽ വന്നത്. ഓക്കെ, അപ്പം റിസൾട്ട് വരുന്നുണ്ട്. റിസൾട്ടിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ റിസൾട്ട് കിട്ടിയിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും വരുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാൻ ഉറപ്പായിട്ടും നമ്മുടെ MNCയുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടുള്ള കുട്ടികൾ, നിങ്ങളുടെ കൊളീഗ്സോ ഫ്രണ്ട്സോ ഉണ്ട്, ഇപ്പോഴും ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. കാര്യം അവർ വീണ്ടും പോയി പല എക്സാംസ് ആയിട്ട് എഴുതും. മനസ്സിലായോ? നിങ്ങൾ ന്യൂസിലാൻഡാണ് എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾ നോക്കുന്നെങ്കിൽ അതിൻ്റെ ഒരാവശ്യമില്ല. നിങ്ങൾ സിംഗിൾ സിറ്റിങ്ങിലാണെങ്കിൽ എക്സാം എഴുതിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, MNC അക്കാഡമിയിലാണെങ്കിൽ നിങ്ങൾ ന്യൂസിലാൻഡാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ന്യൂസിലാൻഡിന് മാത്രമുള്ള സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ട്. അതായത് ഇപ്പോൾ റീഡിംഗ് മാത്രം നിങ്ങൾക്ക് മതി, റീഡിങ്ങിൻ്റെ ക്ലാസ്സസ് മാത്രം എടുത്താൽ മതി. ലിസ്ണിംഗ് മാത്രം മതിയെങ്കിൽ ലിസ്ണിങ്ങിൻ്റെ ക്ലാസ്സസ് മാത്രം എടുത്താൽ മതി. നിങ്ങൾ ഏതെങ്കിലും 2 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതാൻ പോകുകയാണെങ്കിൽ അങ്ങനെ. കാര്യം നിങ്ങൾക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്. പക്ഷേ UK ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ വരുന്നില്ല. നമുക്ക് എന്താ ഫുൾ സിറ്റിങ്ങിൽ തന്നെ എഴുതിയെടുത്താലേ എന്തായാലും പറ്റുള്ളൂ. പക്ഷേ ആകെയുള്ളൊരു ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ന്യൂസിലാൻഡിലേക്ക് നിങ്ങൾ പ്രോസസ്സ് ഒരുപാട് ഡിലേ ആവുന്നുണ്ട്. സോ വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ വേണം നിങ്ങൾ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചാടി പുറപ്പെടും മുന്നേ. ബിക്കോസ് അവിടെ ഓൾറെഡി എത്തിയിട്ടുള്ള ആൾക്കാരും മാറാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കാര്യം ജോബ് കിട്ടാതിരുന്നുണ്ട് കേട്ടോ, ജോലിയിലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയണേ, ജോബിന് വേണ്ടി പോയി കിട്ടാത്ത ആൾക്കാരും മാറാനായിട്ട് ഒരുപാട് പേര് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ന്യൂസസാണ് ഒരുപാടും വരുന്നത്. സോ വിഷമിപ്പിക്കാനായിട്ട് പറഞ്ഞല്ല, പക്ഷേ ആക്ച്വൽ സെനാരിയോ എന്താണല്ലേ, സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാണ്. സോ നിങ്ങൾ തീരുമാനിച്ച ഒരു ഡിസിഷൻ എടുക്കുക എന്തായാലും. ഓക്കെ, എന്തെങ്കിലും ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫർദർ കമൻറ്റിൻ്റെ റിപ്ലൈയും കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ MNC അക്കാഡമിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റീഡിങ്ങിൻ്റെയോ ലിസ്ണിങ്ങിൻ്റെയോ റൈറ്റിങ്ങിൻ്റെയോ സ്പീക്കിങ്ങിൻ്റെ ക്ലാസ്സസോ നമ്മുടെ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എൻക്വയറി ഇടാവുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
വെബ്സൈറ്റിൽ നിങ്ങൾ OET ആണോ CBT ആണോ നോക്കുന്നത് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ റിക്വയർമെൻറ്റ് നിങ്ങൾ പ്രീവിയസ്ലി OET എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരിക, എവിടെയാണ് വർക്ക് ചെയ്യുക, അതെല്ലാം പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇടുക. ഞങ്ങളുടെ അഡ്മിൻസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ പറയാറുള്ള പോലെ ഞങ്ങൾക്ക് ലിമിറ്റഡ് അഡ്മിഷൻസ് ആണ്, കൂടുതൽ കുട്ടികളെ ഞങ്ങൾ എടുക്കില്ല. ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ ഒരു 40 to 50 സ്റ്റുഡൻസിനെ മാത്രമേ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാറുള്ളൂ. ബിക്കോസ് ക്വാളിറ്റി 1-to-1 ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ജോയിനിങ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബാരിയർ ഉണ്ട്, ബുദ്ധിമുട്ടാണ്, പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ ഡിസ്കഷൻ ഗ്രൂപ്പ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. റീഡിങ്ങിനാവട്ടെ, ലിസ്ണിങ്ങിനാവട്ടെ, CBTക്കാവട്ടെ, അതിനൊന്നും തന്നെ നമ്മുടെ അഡ്മിഷൻസ് നിങ്ങൾ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അതിൽ നമ്മുടെ മെൻറ്റേഴ്സ് ഔട്ട് ഓഫ് അവേഴ്സ്, ഈ തിരക്കിനിടയിൽ സമയം കിട്ടുന്നതിനനുസരിച്ചായിരിക്കും കുറച്ച് ഡിസ്കഷൻസ് നടത്തുക. അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് കുട്ടികൾക്കാണ്, പല കുട്ടികളും ഈവൻ ക്ലാസ് പോലും എടുക്കാതെ അവർ ആ ഡിസ്കഷൻസും കാര്യങ്ങളും പഠിച്ചിട്ട് പോകുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ക്ലാസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു സപ്പോർട്ട് ചോദിക്കും. മാക്സിമം നമ്മുടെ അഡ്മിൻ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്തായാലും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മലൂന സിംഗപ്പൂർ. ബൈ.